കറുകക്കളം ഗീവർഗീസ് കത്തനാരുടെ 131 പൗരോഹിത്യ വാർഷികം ഉദ്ഘാടനം ചെയ്യുവാനായി മെട്രോപൊളിറ്റൻ ക്യൂരിയ മെമ്പറും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചലസിലുമായ റവറൽ ഡോക്ടർ മാത്യു ചെങ്ങങ്കേരിയെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട കുടുംബയോഗം പ്രസിഡന്റ്, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട കറുകക്കളം മൂല കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നെൻ്റെ ഇളയ പെങ്ങടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാനതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കറുകക്കളത്തിലച്ഛനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രസംഗം ഒന്ന് നടത്താനായിട്ട് വരാനായിട്ടുള്ള ഒരു ചാൻസ് അല്ലേ, അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ ഏതാനും കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചിറങ്ങി. എനിക്കും അതൊരു പഠിക്കാനായിട്ടുള്ളൊരു അവസരമായി. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാനം പറയാനായിട്ടിരുന്ന കാര്യം ആദ്യമേ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏതൊരു ചരമപ്രസംഗം നടത്തുമ്പം, പ്രത്യേകിച്ച് നല്ല വീട്ടമ്മമാരെയൊക്കെ കുറിച്ച് ചരമപ്രസംഗം നടത്തുമ്പോൾ അച്ഛന്മാര് അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വീടിന്റെ കെടാവിളക്കായിരുന്നു ഈ അമ്മയെന്ന് പറയും. ഈ വീടിന്റെ കെടാവിളക്കായിരുന്നു ഈ അമ്മ. അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പം തോന്നാം ഈ കെടാവിളക്ക് അതോടെ അങ്ങ് തീർന്നു, പിന്നെ ഈ വീട്ടില് കരിന്തിരിയായിരിക്കും കത്തുന്നത്, എല്ലാം തീർന്നു. നമ്മുടെ അമ്മ നമ്മുടെ വീടിന്റെ പൂമുഖത്ത് ഒരു കസേര വന്നിരിക്കുമ്പം ഐശ്വര്യമാണ്, അതൊരു കെടാവിളക്ക് തന്നെയാണ്. അമ്മ നമുക്ക് ഇച്ചിരി കാപ്പി എടുത്ത് തരുമ്പോൾ അമ്മയുടെ സ്നേഹം ഒരു കെടാവിളക്കിന്റെ അനുഭവമായിട്ട് നമുക്ക് തീരുന്നു. നമ്മുടെ പ്രാർത്ഥനകളില് അമ്മ നേതൃത്വം കൊടുക്കുമ്പം അതൊരു കെടാവിളക്കിന്റെ അനുഭവമായി തീരുന്നു. പക്ഷെ ഈ കെടാവിളക്ക് ഒരിക്കലും അസ്തമിക്കുന്നില്ല. അമ്മ മരിക്കും, പക്ഷെ കെടാവിളക്ക് കൈമാറേണ്ടതാണ്. അത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകേണ്ടതാണ് കെടാവിളക്ക്. അപ്പൊ അത് അവധാനതയോടുകൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളുടെ ഗീവർഗീസ് കത്തനാരെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ 1937 ഈ കെടാവിളക്ക് കരിന്തിരി കത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാൻ പറ്റിയല്ല. അത് ആരിലൂടെയൊക്കെയോ ഇത് കൈമാറ്റം ചെയ്യപ്പെടണം. അത് നല്ല രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടണം. ഒരു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികൻ ദൈവത്തെ മഹത്വപ്പെടുത്താനും സഭയുടെ നന്മയ്ക്കുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളെ കാട്ടിത്തന്ന ഒരു വന്യ പുരോഹിതൻ, അതായിരുന്നു ബഹുമാനപ്പെട്ട ഗീവർഗീസ് കത്തനാര്. നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അറിയണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തെ അറിയണം. ഞാൻ കുറെ കാര്യങ്ങളെ കുറിച്ച് വെച്ചോണ്ടാ വന്നത്, ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ അറിയണം. ഞാന് ഒരു ഡോക്ടറൽ തീസിസ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം അതൊന്ന് കറക്ഷന് വേണ്ടി 1-2 പേർക്ക് കൊടുത്തു. അപ്പൊ അത് ഒരു അമേരിക്കക്കാരത്തി ഒരു വക്കീലിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു അമേരിക്കൻ ലേഡിയുടെ അടുക്കൽ ഇത് കൊടുത്തു, അവർക്ക് അതിന്റെ ഭാഷാശുദ്ധി നിർവഹിക്കാനായിട്ട്. അപ്പൊ അവര് എന്റെ ഇതെല്ലാം കണ്ടിട്ട്, ഫുട് നോട്ടുകളും ഒക്കെ കണ്ടിട്ട് അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ, അത് മലയാളത്തിൽ ഞാനങ്ങ് പറയുക, നിങ്ങളുടെ സഭയിൽ 2 വലിയ പോരാളികള്, വാരിയേഴ്സ് 2 പേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതില് ഒരു പോരാളി എന്ന് പറയുന്നത് അതിന്റെ അകത്ത് എഴുതിയിരുന്ന പാലാക്കുന്നേൽ മത്തായി മറിയം കത്തനാരായിരുന്നു. രണ്ടാമത്തെ ബഹുമാനപ്പെട്ട കറുകക്കളത്തിലച്ഛനായിരുന്നു. ഇവിടെ സ്വാഗത പ്രസംഗകൻ നിതീരിക്കൽ മാണിക്കത്തനാരെ കുറിച്ച് പറഞ്ഞു. നിതീരിക്കൽ മാണിക്കത്തനാരുടെ വ്യക്തിത്വത്തെ കുറിച്ച് അപഗ്രഥിക്കുമ്പം അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ നിന്നും വ്യത്യസ്തതയുള്ളതായിരുന്നു ഈ 2 പേരുടെയും സ്വഭാവ വൈശിഷ്ട്യമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ സഭ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ
ദുഃഖമെന്ന് പറയുന്നത് സ്വജാതി മെത്രാന്മാര് നമുക്കില്ലായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് വികാരിയാത്തുകളില്ലായിരുന്നു, സ്വന്തമായിട്ട് രൂപതകളില്ലായിരുന്നു. ഞാനെല്ലാം വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മളെ നയിക്കാനായിട്ട് ഇടയായത് വരാപ്പുഴ വികാരിയാത്തിന്റെ കീഴില് ഇവിടുത്തെ സുറിയാനിക്കാര് ഭരിക്കപ്പെടുവാനായിട്ടിടയായി. പിന്നീട് ഈ സുറിയാനിക്കാരില് അവരിൽ നിന്നും അധികാരം, ഈ മെത്രാൻ സ്ഥാനം ഒരു സ്വജാതി മെത്രാനിലേക്ക് വരുമെന്ന് അദമ്യമായിട്ട് ആഗ്രഹിച്ച സുറിയാനിക്കാരാണുള്ളത്. പക്ഷേ നമുക്ക് പിന്നെയും ഇവിടെ ലഭ്യമാകുന്നത് വെള്ളക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രഞ്ച് ബിഷപ്പ് നമുക്ക് കിട്ടി. ഇത് എങ്ങനെ നമ്മുടെ ആളുകൾക്ക് പിന്നെയും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതൊരു വിഷയമാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഗോവയില് ഈ വരാപ്പുഴ വികാരിയാത്തിന് മുമ്പ് ഗോവയുടെ അധീനതയിൽ നമ്മൾ കഴിഞ്ഞിരുന്ന കാലഘട്ടങ്ങളില് ഇവിടെ തെക്കും കൂറെന്നോ വടക്കും കൂറെന്നോ ഉള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ പിന്നീടാണ് വരുന്നത്. ഈ നാളാഗമത്തില് പാലാക്കുന്നലച്ചൻ അത് വ്യക്തമായിട്ട് ഒരു ഭാഗത്ത് അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ വേർതിരിവില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ വരാപ്പുഴയില് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു അഭിവന്യ മാക്കീൽ പിതാവ്, മാക്കീൽ അച്ഛൻ. അദ്ദേഹം ഒരു തെക്കൻകുറ്റുകാരനായിരുന്നു. തെക്കൻകൂറെന്നല്ലേ നമ്മൾ പറയുന്നത്, തെക്കൻകുറ്റുകാരൻ, ക്നാനായ സമുദായ അംഗം. എന്താ ഈ തെക്കൻകൂർ എന്ന് പറയുന്നതിന്റെ കാരണം? കൊടുങ്ങല്ലൂരിന് തെക്കുള്ളവരെ എല്ലാം തെക്കൻകൂർ എന്നാ വിളിച്ചിരുന്നത്. കൊടുങ്ങല്ലൂരാണല്ലോ മാർത്തോമാശ്ലീഹ വന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിന് തെക്കുള്ളവർ, കൊടുങ്ങല്ലൂരിന് വടക്കുള്ളവരെല്ലാം തന്നെ വടക്കുംകൂർ. നമ്മൾ ഇവിടെയൊക്കെ അധിവസിക്കുന്ന ആളുകള് വടക്കൂന്ന് തെക്കോട്ട് വന്ന് താമസിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയാണ് വടക്കും ഭാഗര് വന്നത്. തെക്കും ഭാഗര് വേറൊരു വിഭാഗത്തിൽ വന്നു. അപ്പൊ ഇവിടെ മാക്കീൽ മെത്രാന്റെ ഭരണത്തില് ഒരു വേർതിരിവ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അത് ലവീങ്കി പിതാവിന്റെ കാലം മുതലുണ്ടത്. ഒരു പള്ളി, ഒരു ചെറിയ പള്ളി ചങ്ങനാശ്ശേരി തുടങ്ങിയാൽ അതിന് തദനുസൃതമായിട്ടുള്ള ഒരു പള്ളി തെക്കും ഭാഗക്കാർക്കും തുടങ്ങണം. ഇവിടെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ അതിന് തദനുസൃതമായിട്ട് തെക്കും ഭാഗത്തും തുടങ്ങണം. അങ്ങനെ ഒരു വ്യവസ്ഥിതി നിന്നിരുന്ന ഒരു കാലഘട്ടം. ട്രിസ്രാങ് പിതാവ് വരുന്ന സമയത്ത് 2 ഫൊറോനകളേ ഉള്ളൂ ചങ്ങനാശ്ശേരിയിലെ തെക്കും ഭാഗക്കാർക്ക്, കോട്ടയവും കടുത്തുരുത്തിയും. പിന്നെ ചങ്ങനാശ്ശേരിക്കാണെങ്കിൽ 8 എണ്ണം ഉണ്ടായിരുന്നു, വിശാലമായിട്ട് കിടക്കുക. ഈ പാലായും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഇതെല്ലാം കൂടെ കൂടുന്നതായിരുന്നു. അതുപോലെ തന്നെ എറണാകുളം, ഇതെല്ലാം കൂടെ കൂടുന്നതായിരുന്നു. പിന്നീട് ഇത് 2 വികാരി ജനറാളന്മാരെ നിയമിക്കേണ്ട സ്ഥിതി വന്നു. അതാണ് ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ നിതീരിക്കൽ മാണിക്കത്തനാർ വടക്കും ഭാഗക്കാർക്ക് വേണ്ടിയും, അതുപോലെ തന്നെ മാക്കീല് അച്ഛനെ തെക്കും ഭാഗക്കാർക്ക് വേണ്ടിയും നിയമിച്ചു. പിന്നീട് ടിസ്രാങ് പിതാവിന് പ്രതികൂലമായിട്ടുള്ള പല സ്ഥിതിഗതികളെയും ചങ്ങനാശ്ശേരി നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഒരു ഘട്ടത്തില് റോമിലേക്ക് പോയിട്ട് ഇവിടുന്ന് പല ഹർജികൾ റോമിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് വരാതെ തന്നെ അദ്ദേഹത്തെ ട്രിങ്കോമാലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണെന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടും സ്വജാതി മെത്രാന് വേണ്ടി നമ്മുടെ ആളുകൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ ആഗ്രഹവും പരിശ്രമവും ഒക്കെ നടത്തിയെങ്കിലും നമുക്ക് വടക്കും ഭാഗക്കാർക്ക് വേണ്ടി ഒരു മെത്രാനെ നിയമിക്കാതെ ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നോണം പുണ്യചരിതനെന്ന് തന്നെ നമ്മൾ കരുതേണ്ട ബഹുമാനപ്പെട്ട അഭിവന്യ മാക്കീൽ പിതാവിനെ നിയമിച്ചു. ഞാനിപ്പോ ഓർക്കുന്നത്, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധങ്ങളായിട്ടുള്ള പള്ളികളില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അടുത്ത കാലത്ത് ഒരു പള്ളിയിൽ ഒരു അച്ഛനെ അങ്ങോട്ട് വെച്ചു, നല്ലൊരു വിശുദ്ധനായ വൈദികൻ.
ആ പള്ളിയിൽ ഒരു വിഭാഗീയതയുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. ഈ അച്ഛൻ ആദ്യമേ ചെയ്യുന്നത് എന്താണ്? അവിടെയുള്ള 5% ആളുകളുടെ കൂടെ അങ്ങ് ചേരുക, 95% എതിർത്ത് നിൽക്കുക. അപ്പൊ ആ വിഭാഗീയത ശക്തമായി, എതിർപ്പ് ശക്തമായി. ഇവിടെ വടക്കും ഭാഗം എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം പള്ളികളും വിശ്വാസികളും നിലനിൽക്കുമ്പോഴാണ് നമുക്കായിട്ട് അഭിവന്യ മാക്കിൽ പിതാവ് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 1911 വരെ ക്ലേശപൂർണമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാലം തന്നെയായിരുന്നു. കാരണം ന്യായമായിട്ടും വടക്കും ഭാഗക്കാർക്ക് ഈ ഒരു അവസ്ഥയെ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമാണ്. അത് സ്വജനപക്ഷപാതം എന്ന് പറയുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള നിയമനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ലത്തീനീകരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത കാലഘട്ടമാണ്. പക്ഷെ ഇവിടെ ഞാൻ ആ ചരിത്രം അങ്ങ് നിർത്തിയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അധീശത്വം നമ്മുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ, ന്യായമായിട്ട് പ്രതികരിക്കുവാനായിട്ടിടയായ ആളുകള് വളരെ തുലവും തുച്ഛമാണ്. അതില് 2 പേരെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് നിതീരിക്കൽ മാണിക്കത്തനാരാണ്. ആ നിതീരിക്കൽ മാണിക്കത്തനാര് അദ്ദേഹം നമ്മളുടെ ഗീവർഗീസ് അച്ഛന് വേണ്ടി, ഗീവർഗീസ് കത്തനാര് മരിക്കുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നത്. 1904 എനിക്ക് തോന്നുന്നു. നമ്മുടെ അച്ഛൻ 1937 മൃതിയടങ്ങി. ഈ നിതീരിക്കൽ മാണിക്കത്തനാര് ഒരുപാട് സഹിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സഹനം എന്ന് പറയുന്നത് വിധേയത്വത്തോടുകൂടെയുള്ള ഒരു സഹനം, അല്ലെങ്കിൽ പ്രതികരണത്തിനൊക്കെ മെത്രാൻ കൽപ്പിക്കുന്നു, അതുപോലെ തന്നെ സഭയുടെ കെട്ടുറപ്പ് കാംക്ഷിച്ചുകൊണ്ട് വലിയൊരു വികാരക്ഷോഭത്തിലേക്ക് പോകാതെ അദ്ദേഹം ജീവിതത്തില് കിട്ടിയ മുറിവുകളെ അദ്ദേഹം സ്വീകരിച്ചു. പ്രതികരിക്കുന്നതിൽ ഗീവർഗീസ് അച്ഛൻ നല്ല തന്റെ ഇടത്തോടുകൂടെ പ്രതികരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അംശം മുടക്കെന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പറയുന്ന സസ്പെൻഷനാണ് ഈ അംശം മുടക്കെന്ന് പറയുന്നത്. അതിനെ പറയുന്നത് അത് 1.5 വർഷമാണ് ദീർഘിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഉള്ള ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ 5 കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ 5 കാരണങ്ങളൊക്കെ സാധൂകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം നന്നായിട്ട് പ്രതികരിച്ചു. പ്രതികരണത്തിൽ അദ്ദേഹം വളരെ മികവ് കാട്ടി എന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നമ്മൾ അപഗ്രഥിച്ചാൽ മനസ്സിലാകും. എന്നാൽ ഈ കോസ് എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയുമായിരുന്നു. അതിനപ്പുറമായിട്ടൊന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല. ദൈവമഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും വേണ്ടി ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ സ്വജാതി മെത്രാൻ ഉണ്ടാവണം, ഭരണക്രമം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഭരണക്രമത്തിൽ നമ്മൾ നയിക്കപ്പെടണം. അതുപോലെ തന്നെ നമ്മുടെ തനതായിട്ടുള്ള ശൈലിയിലേക്ക് സ്വജാതി മെത്രാനാൽ ഈ വ്യവസ്ഥിതി മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡയറിയില് അദ്ദേഹം 1910 അംശം മുടക്ക്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡയറിയിൽ അദ്ദേഹം എഴുതി 1911 10-ാം പിയൂസ് മാർപ്പാപ്പ കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ച് തെക്കും ഭാഗക്കാരെ മാറ്റുന്നുണ്ട്. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും അതോടുകൂടെ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ മാക്കിൽ മെത്രാന് അവിടെ ചാർജ് എടുക്കാനായിട്ട് പോകുന്നതിന് മുൻപ് ചങ്ങനാശ്ശേരിയിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ കോട്ടയത്ത് ചാർജ് എടുക്കുന്ന സമയത്ത്, സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയെ റെപ്രസെന്റ് ചെയ്ത് 2 വൈദികരെ സംബന്ധിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട കൂട്ടുമേ സാറിന്റെ ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി വികാരി അപ്പസ്തോലിക്കയായിട്ട് പിന്നീട് വരുന്നത് കുര്യാളശ്ശേരി പിതാവാണ്. ഇനി ഞാൻ ഒരു സെന്റൻസ് ബഹുമാനപ്പെട്ട കറുകളത്തിലച്ചൻ എഴുതിയത് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം എന്ന് പറയുന്ന കുര്യാളശ്ശേരി മെത്രാൻ ആദ്യത്തെ ദിവസം അദ്ദേഹം ചെയ്തതാ. കുര്യാളശ്ശേരി മെത്രാൻ പള്ളിയിൽ പ്രവേശിച്ചു. ചങ്ങനാശ്ശേരി പള്ളിയിൽ പ്രവേശിച്ചു. മദ്ബഹായിൽ മുത്തി.
തിരിഞ്ഞു നിന്ന് ബഹുജന സമക്ഷത്തിൽ വെച്ച് ഡെലിഗേറ്റ് തിരുമനസിലെ ഒന്നാമത്തെ കൽപ്പന പ്രകാരം എന്റെ അംശം മുടക്ക് തീർക്കുകയും ചെയ്തു. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കുരിയാളശ്ശേരി പിതാവിന്റെ ഔദ്യോഗിക നടപടികളുടെ, ജീവിത നടപടികളുടെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഈ അംശം മുടക്ക് നീക്കലായിരുന്നു. അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹം അത് ചെയ്തത് ഇവിടെ നിന്നൊരു ഹർജി കറുകളത്തിലെ തന്നെ റോമിലേക്ക് പോവുകയും അത് റോം തന്നെ നല്ലവണ്ണം പരിശോധിച്ച് വിശകലനം നടത്തി വിലയിരുത്തി ഈ അപ്പസ്തോലിക് ഡെലഗേറ്റിന് നിർദ്ദേശം കൊടുത്തു അംശം മുടക്ക് സസ്പെൻഷൻ പിൻവലിക്കാനായിട്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അംശം മുടക്ക് 1.5 വർഷം അദ്ദേഹത്തിന് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആരോപിച്ചിരുന്നതെല്ലാം ഈ അനുസരണക്കേട് എന്നുള്ള ഒരു വിഷയത്തിലാണ്. അനുസരണക്കേട് അല്ലാതെ വേറെ ഒരു തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഈ വന്ദ്യനായ പുരോഹിതനില് ആരോപിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അനുസരണ എന്ന് പറയുന്നത് ഒരു കോസിന് വേണ്ടി നിൽക്കുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്തുണ്ടായ ഒരു അനുസരണക്കേടാണ്. അതിനെ റോം അപഗ്രഥിച്ചിട്ട് ആ മുടക്ക് സസ്പെൻഷൻ നീക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അത് നീക്കം ചെയ്യുകയാണ്. ആദ്യത്തെ പ്രവൃത്തി അതായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1910 ഈ അംശം മുടക്ക് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ അച്ഛൻ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതാണ് ഈ ഏറ്റവും മാതൃകയായിട്ടുള്ളത്. ഞാൻ ഈ 1910 വരെയുള്ള സംഗതികളെ വലുതായിട്ട് കാണരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അംശം മുടക്കോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ട സമരമുറകളോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് 1910 ശേഷം ഏറ്റവും മാതൃകയാർന്ന വിശുദ്ധമായ ഒരു അനുസരണയുടെ ഒരു പുരോഹിതൻ, ദൈവത്തിന്റെ പുരോഹിതൻ ചങ്ങനാശ്ശേരിയില് സേവനം ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സസ്പെൻഷൻ അങ്ങോട്ട് തീരുകയും എടത്വാപ്പള്ളിയുടെ വികാരിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്യുന്നത്. എടത്വാപ്പള്ളിയുടെ വികാരിയായിരുന്നു അദ്ദേഹം. ഇരുന്ന പള്ളികളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് കൗതുകമാണ്. അസിസ്റ്റന്റായിട്ട് അദ്ദേഹം ഇരുന്ന കാവാലിക്കര എന്ന് പറയുന്നത് ഇന്നില്ല. നമ്മളുടെ സെന്റ് ആന്റണീസ് വെട്ടിത്തുരുത്താണ് കാവാലിക്കര. ചങ്ങനാശ്ശേരി പള്ളിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. തോട്ടക്കാട്ട് വികാരിയായിരുന്നു. തത്തമ്പള്ളി വികാരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ കാണുന്നു എടത്വായിൽ അദ്ദേഹം വികാരിയായിരുന്നു. എടത്വായിൽ അദ്ദേഹം വികാരിയായിരിക്കുമ്പോൾ രോഗാവസ്ഥയിലേക്ക് അദ്ദേഹം വരിക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 70 വയസ്സ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 70 വയസ്സൊന്നും അല്ല. അന്നത്തെ കാലഘട്ടത്തിൽ 70 വയസ്സ് വരെ ഈ അച്ഛൻ ജീവിച്ചിട്ടുള്ളൂ. 70 വയസ്സ് വരെ പോരാട്ടങ്ങളുടെ ജീവിതം നടത്തിയ, സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ജീവിതം നയിച്ച ഒരു വന്യ വൈദികനാണ് നമ്മുടെ പ്രിയപ്പെട്ട കറുകളത്തിലച്ഛൻ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വജാതി മെത്രാനെ കിട്ടുക എന്ന് പറയുന്നതായിരുന്നു. പുണ്യ ശ്ലോകനായിട്ടുള്ള കുരിയാളശ്ശേരി പിതാവിനെ കിട്ടി 1911. അതോടെ പോരാട്ടം തീർന്നു. അദ്ദേഹം ഇവിടുത്തെ വിശുദ്ധനായ ഒരു വൈദികനായി ജീവിച്ചു മരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നു. അവസാന കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്താണ് അദ്ദേഹം വിനിയോഗിക്കുന്നത്. കുമരങ്കരയിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന പുരയിടത്തില്, ആ കെട്ടിടത്തില് അദ്ദേഹം അവസാന കാലം ചെലവഴിച്ചു. സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഭവനം ഇരുന്നിടത്ത് ഒരു ദേവാലയമുണ്ടായി. അദ്ദേഹത്തിന്റെ സാമ്പത്തികം മുഴുവനും സഭയ്ക്ക് വേണ്ടി കൊടുത്തുവെങ്കിലും അവസാന കാലത്ത് അദ്ദേഹം സാമ്പത്തികമായിട്ട് ക്ലേശത അനുഭവിച്ചു. അപ്പൊ ഈ അന്നത്തെ സംഭവങ്ങളൊക്കെയും അരങ്ങേറുന്ന കാലഘട്ടത്തിൽ ഒരു ഹർജി അയക്കുക. മാർപ്പാപ്പ തിരുമേനിക്ക് 1600 രൂപ എന്നത്തെ കാലത്ത് വരുന്ന തരത്തില് ഒരു സെയിന്റ് തോമസിന്റെ ഒരു സ്റ്റാച്യു സ്വർണത്തിൽ തീർത്ത് അയക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതിന്റെയൊക്കെ പിന്നിൽ അതിന്റെ കൂടെ ഹർജികളുമാ പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാക്കേൽ പിതാവിന്റെ സ്ഥാനാരോഹണത്തിന് അദ്ദേഹം കാണ്ടിയില് ചെല്ലുന്ന സമയത്ത് പുന്നത്ര ഇടവക്കാരാണ് അദ്ദേഹത്തെ കാണ്ടിയിലേക്ക് അയക്കുന്നത്. ആ പിതാവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സ്വജാതി മെത്രാനെ കിട്ടണമെന്ന് ധൈര്യസമേതം പേപ്പൽ ഡെലഗേറ്റിനോട് പറഞ്ഞ ആളാണ് കറുകളത്തിലച്ഛൻ. അത്രമാത്രം ധൈര്യം. ആരെ കുറിച്ചാണോ ഞാൻ പറയാനായിട്ട് വന്ന ആളുടെ സന്നിധിയിൽ നിന്നുകൊണ്ട്
മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള തന്റെ ഇടം, അതൊരു വല്ലാത്ത ഒരു തന്റെ ഇടം തന്നെയാണ്. അത് കാണിച്ച ഒരു വ്യക്തിത്വം. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു, ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു, അവിടെ തീർന്നു കഴിഞ്ഞാൽ അത് തീർന്നു. പിന്നെ നമ്മൾ സഭയുടെ സഭയുടെ ചട്ടങ്ങൾക്കും അതുപോലെ തന്നെ നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കറുകളത്തലച്ചൻ അതാണ് ചെയ്തത്. 1910 ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഞാൻ പറയും ഇന്നത്തെ തലമുറയിലെ വൈദികർക്ക് അനുകരിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം, സമർപ്പണ ജീവിതം അദ്ദേഹം സ്വന്തം സ്ഥലത്ത് നടത്തി അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ പോയ വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർക്കുക. അദ്ദേഹം ലിയോണാർഡ് മെല്ലാനോയുടെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം സേവനം ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ വികാരി അപ്പസ്തോലിക്കായിട്ട് മാക്കിപ്പിതാവ് പിന്നീട് വികാരി അപ്പസ്തോലിക്കായിട്ട് വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. ഈ അംശം മുടക്കെന്ന് പറയുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ അച്ഛന് മാത്രം കിട്ടിയതല്ല. നമ്മൾ സ്വജാതി മെത്രാന് വേണ്ടി പരിശ്രമിച്ച 7 വൈദികരെ ഇതുപോലെ തന്നെ മുടക്കിയിട്ടുണ്ട്. അവര് സന്യാസ വൈദികരായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണമെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ചാവറ ഔസേപ്പച്ചൻ, അവരെല്ലാം CMI-ക്കാരാ. ഗീവർഗീസ് ഇരുമ്പനച്ചൻ, മാണി മീനാട്ടൂര്, മത്തായി മാതയൻ, ലൂയിസ് പടയപറമ്പില്, പൗലോസ് ശങ്കൂരിക്കല്, ഹിലാരിയോസ് തറവട്ടൽ, ഇവരെ 7 വ്യാകുലങ്ങൾ എന്നാ പറയുന്നത്. 7 വ്യാകുലങ്ങൾ. പക്ഷെ ഇവരെ 7 പേരെയും പിന്നീട് ഈ സസ്പെൻഷൻ പിൻവലിച്ച് ഇടവക അല്ലെങ്കിൽ രൂപത വികാരിയാത്തിലേക്ക് എടുത്തു. 7 പേരെ എടുത്തു. അതിൽ ലൂയിസ് പഴയപറമ്പിലച്ചന് ലെവിങ് പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് പിന്നീട് തീർന്നു. എറണാകുളത്തെ വികാരി അപ്പസ്തോലിക്കായിട്ട് അദ്ദേഹം പിന്നീട് മാറി. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മള് ഈ വന്നി വൈദികനെ ഇന്ന് സ്നേഹത്തോടും അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടി അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല ജീവിതം, നല്ല ഓട്ടം പൂർത്തിയാക്കി കടന്നുപോയ വൈദികൻ എന്നുള്ള വിശേഷണം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നത്. ഈ വൈദികരുടെ ശവസംസ്കാരത്തിന്റെ കർമ്മത്തില് അവസാനം ഈ വൈദികന്റെ കൈമുത്തി യാത്ര ചൊല്ലുന്ന ഒരു നേരമുണ്ട്. അത് സെമിത്തേരി ചെന്നിട്ടാ. ആ അവസരത്തില് പാടുന്ന ഒരു ഗാനമുണ്ട്. നൽകിയ ജോലികളെല്ലാമൻ നാഥ ചെയ്തു കഴിഞ്ഞു ഞാൻ, ഇനി നിൻ ദിവ്യ മഹത്വത്തിൻ കതിരുകൾ എന്നിൽ നിറയണമേ. നൽകിയ ജോലികൾ, അത് ചെയ്യാവുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിച്ച വലിയൊരു പ്രേരക ശക്തിയാണ് കറുകക്കളം കുടുംബത്തിന്റെ ഈ വലിയ മുന്നില് ഇന്ന് നിൽക്കുന്നത്. അത് വലിയ ശക്തിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ ഭാരവാഹികളെല്ലാം തന്നെ ഈ ചരിത്രത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർ ഇതിനുവേണ്ടിയൊക്കെ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, അടുത്ത വർഷമാണ് ഈ 90 വർഷം എന്ന് പറയുന്നത്. നിങ്ങളത് ഓർപ്പിക്കണം. ഞാനങ്ങ് വിട്ടുപോകും. നിങ്ങൾ ഓർപ്പിക്കുമ്പം അത് നമ്മുടെ ചങ്ങനാശ്ശേരിയില് അതൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ആഘോഷിക്കാനായിട്ട് സാധിക്കും. കറുകക്കളം കുടുംബത്തിന്റെ മാത്രമുള്ള ഒരു കാര്യമല്ല, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്കത് നടത്താം. അത് നന്നായിട്ട് നമുക്ക് നടത്താം. അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത്, ഈ ഭാരവാഹികൾ അതിനു മുമ്പ് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5-6 മാസം മുമ്പെങ്കിലും എന്നെ ഒന്ന് ഓർപ്പിക്കണം. ഓർപ്പിച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് അത് കൃത്യമായിട്ട് സാധിക്കും. നിങ്ങൾ വാസ്തവത്തിൽ ഭാഗ്യമുള്ള ആളുകളാണ്. ഞാൻ ഈ പ്രസിഡന്റിനെ ഓർക്കുമ്പോൾ ആന്റി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഞങ്ങളുടെ അച്ചായനെയാണ് ഓർക്കുന്നത്. അച്ചായന്റെ അതേ കട്ട എന്റെ ഏറ്റവും വലിയ, എന്റെ ജീവിതത്തിലെ എത്രയും സ്വാധീനിച്ച അരീത്ര അച്ചായന്റെ അനിയനാണ്. ഇന്ന് സ്ഥാനം ഒഴിയാന്നാ പറയുന്നത്. അപ്പൊ ഇതിനു പകരം വേറെ ആളിന്ന് വരും. അപ്പൊ ഇവരെയൊക്കെ ഞാൻ ഓർക്കുക. ഇന്നിവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ചിലരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ബന്ധുത ചിലരുമായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സാറ് വേണ്ട ഇവിടെ ഇരിക്കുന്നത്, ഞാൻ കണ്ടതാ. സാറിനെ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. സാറ് ഈ ശാഖയിലുള്ളതാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സാറ് നമ്മുടെ രൂപതയ്ക്ക് വലിയൊരു സംഭാവന ചെയ്ത വ്യക്തിയാണ്. കറുകളത്തിലച്ഛൻ ഒരുപാട്
സംഭാവന ചെയ്തു. അതുപോലെ സാറ് ഇന്ന് ഈ പ്രായമുള്ള ആളുകളെ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ അവരെ പാർപ്പിക്കുവാനും വേണ്ടി ഒരു അപ്പോസ്ലേറ്റ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മളുടെ മദർ തെരേസ ഹോമുമായിട്ട് ബന്ധപ്പെട്ട് നെടുങ്കുന്നത്ത് നെടുമണ്ണിയിൽ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു പള്ളിയൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ സാറ് ഞാൻ ഈയിടെ അവിടെ പോയിരുന്നു. സാറ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ കറുകളത്തിന്റെ ശാഖയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ, പക്ഷെ അത് ഇന്നാ അറിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അറിയപ്പെടാതെ ഈ അച്ഛന്റെ പാതയിലൂടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ തോമസ് കുട്ടിയച്ഛൻ ഇപ്പം ഞാൻ കണ്ടു, അച്ഛനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.